ഈ കാണുന്നത് ഹിമാചലിൽ പൽഗി എന്ന് പറഞ്ഞ വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു വില്ലേജ്. അതെന്ന് വെച്ചാൽ അധികം വീടുകളൊന്നുമില്ല. അധികം എന്താ പറയുക, ഒരു 10-20 വീടുകളൊക്കെ എന്തൊക്കെയുള്ളൂ. ഒരു ചെറിയ കുഗ്രാമം. വണ്ടികളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 800 കുറച്ച് ടീംസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അവരുടെ വണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതേ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ 2 ദിവസം സ്റ്റേയും പരിപാടികളൊക്കെ. അടിപൊളിയായിരുന്നു. ഇങ്ങനത്തെ വില്ലേജിലേക്ക് ഞാൻ എത്തിപ്പെടുന്ന അറിഞ്ഞേയില്ല. ഞങ്ങൾ നല്ല ഹിൽ ടോപ്പിൽ കയറി. എന്താ പറയുക, നല്ല മഞ്ഞുമല എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ കാണുന്നത് കണ്ടോ, അതിനെക്കാട്ടിലും ഒത്തിരി ഇങ്ങനെ മഞ്ഞിങ്ങനെ വന്ന് വീണ് കിടക്കുക. ഞങ്ങൾ ആ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിയിൽ തന്നെ ആകെ മറ്റേ കല്ലില്ലേ, മറ്റേ മഞ്ഞിൻ്റെ ചെറിയ കട്ടകൾ ഇങ്ങനെ വീണ് തലയിലൊക്കെ വീണ് നല്ല രസമായിരുന്നു. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അടിപൊളിയായിരുന്നു. ചുറ്റൂരും മല. ഇനി ഞാൻ ഈ ചെറിയ വില്ലേജൊക്കെ ഒന്ന് കാണട്ടെ നടന്നിട്ട്. ഒരു ചെറിയ കൊച്ചു ഗ്രാമം. എന്താ രാവിലെ തന്നെ പിള്ളേരെ കളിക്കുന്നത്. എന്ത് നല്ല രസമുള്ള വീട്. അതിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ പൂന്തോട്ടം വെച്ചിട്ട്. ഇത് ഇന്നലെ ഞാൻ വരുമ്പോൾ കണ്ട വഴിയാണ് ഇത്. ഈ കാണുന്നത് പൽഗി വില്ലേജിലൊരു ചെറിയൊരു അമ്പലമല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ശക്തി ഒരു അമ്പലം അങ്ങനെ എന്തോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിലെന്തോ പൂജയൊക്കെ നടക്കുന്ന സമയത്ത് ബാക്കിയുള്ള അമ്പലങ്ങളിലുള്ള എല്ലാ ദൈവങ്ങളും എല്ലാ ദൈവങ്ങളും ഇവിടെയാണ് വന്നിട്ട് പോവുക. അങ്ങനെ എന്തൊക്കെയോ ഐതിഹ്യങ്ങളുണ്ട്. നമുക്ക് വലുതായിട്ട് അറിയില്ല. ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ചെറിയൊരു അമ്പലമാണ്, പക്ഷേ നല്ല ശക്തിയുള്ള അമ്പലമാണെന്നാണ് പറയുന്നത്. എന്നാണ് അമ്പലത്തിൻ്റെ ചുറ്റുപാട് ചെറിയ വീടുകൾ. ചെറിയ വീടുകൾ. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല പൂക്കൾ, അടിപൊളി പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല വഴിയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ പൽഗി വില്ലേജിൽ ഈ കാണുന്നത് ഒരു എന്താ പറയുക, ശിവൻ്റെ ഒരു അമ്പലമാണ് ഈ കാണുന്നത്. അപ്പോൾ അവരാദ്യം പറഞ്ഞു നമ്മുടെ അടുത്ത് ഇങ്ങനെ അവിടേക്കൊന്നും ചവിട്ടാൻ പാടില്ല, അവിടേക്കൊന്നും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ പേരൊക്കെ ചോദിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അകത്തേക്കൊക്കെ കയറിക്കോ, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് അവിടെയൊക്കെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞ്. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ തൊണ്ടൊക്കെ പോയി. ഇതൊരു നല്ല കൊച്ച് എന്ന് വെച്ചാൽ ഈ ഒരു 10-20 വീടുകൾക്ക്, ഈ ഒരു ഭാഗത്ത് 10-20 വീടുകൾക്ക് ഈ ഒരു പൽഗി വില്ലേജിൽ ഈ മുകളിൽ ഈ ഒരു ചെറിയൊരു അമ്പലം. അതേപോലെ ഇതാ ഇപ്പുറത്തുണ്ട്, ഇതാ ഈ കാണുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ 4 പുറം മൗണ്ടെയ്ൻസ് കണ്ടോ, നല്ല മഞ്ഞ് മല. ഇതിന് കുറച്ചൊരു നവംബർ-ഡിസംബർ സീസണിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ മഞ്ഞ് വീഴും. ഈ ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മരങ്ങളിലൊക്കെ മഞ്ഞ് വന്ന് കയറിയിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ സാധനം ഓൾമോസ്റ്റ് മഞ്ഞൊക്കെ അവിടെ എത്താറായി. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നും, പക്ഷേ സാധനം അടുത്താണ്, മഞ്ഞുമല അടുത്താണ്. അതിനി ഒരു നവംബർ-ഡിസംബർ പിന്നെ അങ്ങോട്ട് ഒക്കെ അടുത്തേക്കായിട്ട് ഈ വരുന്ന ഈ ഒരു സറൗണ്ടിലൊക്കെ മഞ്ഞായിരിക്കും. നല്ല രസമായിരിക്കും കാണാം. പക്ഷേ ആ സമയത്ത് നമുക്ക് ഇവിടെ ഉണ്ടാകാൻ പറ്റില്ല. അപ്പോഴേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോഴേക്കല്ല, ഇന്ന നാളായിട്ട് ഇവിടെ നിന്ന് ഇന്നിറങ്ങും. അപ്പോൾ ഓക്കെ. ഹായ് चाहिए? नो? पानी है, वाटर बोतल है, तुमको मालूम है? कौन सा? नीर है, नीर। ये खोलता कहाँ से? ये वाला है। ऐसा खोलता है ये जैसे। आपका नाम क्या है? पारस। अम्बा। तुमका? मेरा नाम है सुपरमैन। ओ तुमको नाम सुपरमैन है, मैं स्पाइडरमैन है। ये नहीं स्पाइडरमैन। मैं स्पाइडरमैन है, तुमको सुपरमैन। मैं तो देखो। हाँ मैं तो जाएगा। मैं जाएगा।
मैं विश यशवंत ഓക്കെ ബൈ. जाओ 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 बस. അപ്പോൾ റിട്ടേണൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴി മൊത്തം മണ്ണിടിഞ്ഞ് ആകെ ഇതാണ്. എവിടെ പോയാലും ഇപ്പോൾ ഈ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇവിടെ ഇത്ര ദിവസം മഴയായിരുന്നു. ഇപ്പോൾ മഴ നിന്നെന്ന് തോന്നുന്നു, അറിയില്ല, മഴ നിന്നെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ എവിടെ പോയാലും ഇങ്ങനെ മണ്ണിടിഞ്ഞ് ആകെ റോഡൊക്കെ വളരെ മോശമായിട്ട് റോഡൊക്കെ നന്നാക്കുന്നുള്ളൂ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതാണിപ്പോൾ അവിടുത്തെ അവസ്ഥ. നമ്മളിപ്പോൾ നടന്നിട്ടുള്ള ട്രാവലിംഗ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. അതിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് സ്റ്റെക്കാവും. ഇതാവും കുറച്ചും കൂടി നല്ലത്. പിന്നെ നല്ല നല്ല സീനറിയൊക്കെ നടന്ന് കണ്ടുകൊണ്ട് പോവുക. അടിപൊളിയല്ലേ? ഓ ഷിറ്റ്. ഇത് ബുന്ദർ ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡ് ബാക്കിലാണ്. ഞങ്ങളിപ്പോൾ KSRTC അല്ല IRTC പിടിക്കാനുള്ള പരിപാടിയാണ്. ഇത് ചെറിയൊരു മാർക്കറ്റ്, ചെറുതൊന്നും നല്ല തിരക്കുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഡൽഹി എത്തി. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് എൻ്റെ കാലിന് ചെറിയ പ്രശ്നം കാരണം ഞാൻ റിട്ടേൺ പോവുകയാണ്. പക്ഷെ ഞാൻ തിരിച്ചു വരും പെട്ടെന്ന് തന്നെ. രാവിലെ വന്ന് ഇപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ നല്ല ലോക്കൽ ഫുഡ് കഴിക്കാമല്ലോ, സ്ട്രീറ്റ് ഫുഡ്. അല്ല നാട്ടിലത്തേക്ക് മന്തി റൈസ് പോലുള്ള സാധനമാണ്. എത്ര 40 രൂപ 50 രൂപ ഉള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് നന്നായിട്ട് കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. 50 രൂപ 40 രൂപ നഷ്ടമൊന്നുമില്ല. ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നാട്ടിലെത്തിയിട്ട് അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ ഹോസ്പിറ്റല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുറത്ത് പോകണം. പിന്നെ അതൊക്കെയാണ് പരിപാടി. ഇപ്പം എന്തായാലും നാട്ടിലെത്താനുള്ള വഴി നോക്കട്ടെ അല്ലേ. ഫിസിക്കലി ഒക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ റിട്ടേൺ പോകുന്നത്. പോകാനൊരു താല്പര്യം ഉണ്ടായിട്ടല്ല, പോയാൽ പെട്ടെന്ന് തന്നെ വരാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ ഇതാണ് മക്കളെ ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ഇന്ത്യ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റ് കറങ്ങി കണ്ടു. ഇപ്പോൾ ഇവിടെ അടുത്തേക്ക് ലൊക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കറങ്ങി കാണണം. കാരണം ഞങ്ങൾക്ക് വൈകുന്നേരം വരെ ടൈമുണ്ട്. നമ്മുടെ ട്രെയിന് വൈകുന്നേരം 8 മണിക്ക് എന്തോ ആണ്. അപ്പോൾ വൈകുന്നേരം വരെ നമുക്ക് ട്രെയിൻ ഉണ്ട്. നമുക്ക് ന്യൂഡൽഹിയിലാണ് നമുക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഗേറ്റ് ഇതാ. ഇന്ത്യ ഗേറ്റ് എല്ലാവരും കണ്ടോളൂ, നല്ല വൃത്തിക്ക് കണ്ടോളൂ ഇന്ത്യ ഗേറ്റ് കേട്ടോ. ഇതാണ് ഇന്ത്യ ഗേറ്റ്. എന്താ ഈ ഒരു ഏരിയ ഡൽഹിത്തെ എന്താ പറയുക, ഗാരേജിൻ്റെ ഒക്കെ ഒരു ഏരിയ കേട്ടോ. ഗാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ കാറ്, ബൈക്ക് അല്ലെങ്കിൽ ലോറി അങ്ങനത്തെ വണ്ടികളൊന്നല്ല. ഇവിടുത്തെ മറ്റേ ഈ കാണുന്ന റിക്ഷ അല്ലേ, ഈ കാണുന്ന റിക്ഷകളുടെയൊക്കെ വർക്ക്ഷോപ്പാണ് ഈ ഒരു ഏരിയ മൊത്തം. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ നല്ല ചെറിയ ചെറിയ കുട്ടി കുട്ടി ധാബകളുണ്ട്. ചെറിയ ധാബ മീൻസ് കടകൾ, ഫുഡ്, ഹോട്ടല്, ആ പരിപാടിയൊക്കെ അതൊക്കെ തൊട്ടതാ ആ സൈഡിലാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കഴിക്കാം. പക്ഷേ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് കഴിച്ചു എന്നൊക്കെ വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ കറങ്ങാനൊക്കെ വേണ്ടി ഇറങ്ങിയതാ. എനിക്കെന്തോ നന്നായിട്ട് പണി കിട്ടിയെന്ന് തോന്നുന്നുണ്ട്, അറിഞ്ഞൂടാ, നോക്കണം. അപ്പോൾ ഇതാണ് ഏതാ കണ്ടോ ധാബ എന്ന് വെച്ചാൽ പക്ക ലോക്കൽ ധാബ കേട്ടോ. ഞങ്ങളിതിപ്പോൾ അതുപോലത്തെ ഒരു കടയ്ക്കാണ് ഞങ്ങൾ കയറാൻ വേണ്ടി പോകുന്നത്. അവിടെ പോയിട്ട് ഒരു ഫുഡ് കഴിക്കണം. തിങ്കട ആലോചിക്കാൻ തിങ്കട.
पेंट नहीं आती അത് അവരുടെ എന്താ ജാതിയുടെ ഭാഗമായിട്ടാണ് തോന്നുന്നു അറിഞ്ഞൂടാ ആയിരിക്കും പിന്നെ ചന്ദനൊക്കെ വരയ്ക്കുന്നുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ 2 ദിവസത്തൊക്കെ യാത്രയ്ക്ക് ശേഷം അവസാനം ഞാനിതാ ഏറെക്കുറെ തമിഴ്നാട്ടിലെത്തി ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു 3 മണി 4 മണിക്കാൻ പറ്റും നമ്മുടെ നാടൊക്കെ എത്തിച്ചു വരും ഇനിയിപ്പോൾ റെസ്റ്റൊക്കെയാണ് പരിപാടി എനിക്ക് തീരെ താല്പര്യമില്ല ഇങ്ങനൊരു പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ ഞാൻ വിചാരിച്ചതല്ല പക്ഷേ സാഹചര്യങ്ങളായിട്ട് എന്തായാലും കുഴപ്പമില്ല എന്തായാലും അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നാട്ടിലൊന്നും നിൽക്കട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ പോകും ഇവിടെ നാട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ 2-3 ദിവസത്തെ ട്രാവലിംഗ് കഴിഞ്ഞ് ടീംസ് എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും ഞാൻ പാലക്കാട് ഇറങ്ങാവുന്നതാണ് അപ്പോൾ ഇറങ്ങട്ടെ തെറിക്കട്ടെ ബായ് ഇനിയിപ്പോൾ അടുത്ത എപ്പോഴേലൊക്കെ വെച്ച് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം ടീംസൊക്കെ ഞാൻ പറഞ്ഞു വിടും ചെക്കന്മാരൊക്കെ പറഞ്ഞു വിട്ടു ഇനിയിപ്പോൾ എന്താ ലാലു ഉണ്ട് ലാലു ഇവിടെ പാലക്കാട് കൺസ്യൂമർ കോർട്ടിൽ വെയിറ്റ് ചെയ്യല അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ എത്തിയത് അപ്പോൾ സർപ്രൈസ് ആയിട്ട് അവിടെ കാണാൻ വേണ്ടി പോവുകയാണ് ഇനിയിപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ വെച്ചിട്ട് അവിടെ പോയിട്ട് അവനെ വെച്ച് കാണാം ഓക്കെ സർപ്രൈസ് ആണ്